എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞൊരു വൈകുന്നേരം ഇപ്പോൾ വീട് മുഴുവൻ ബഹളമാണ്. അടിക്കാനും തുടയ്ക്കാനും വൈക്കോല് കൂട്ടാനും അങ്ങനെ. അപ്പോൾ നമുക്ക് കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കണ്ടാലോ. ഇന്നലെ കൊയ്ത നെല്ലിൻ്റെ വൈക്കോലാണ്. അപ്പോൾ ഈ വൈക്കോലിന് ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ കൊടുക്കും. ഇപ്പോൾ ബാക്കിയുള്ള നെല്ലിൻ്റെ പതിര് മാറ്റിയിട്ട് നെല്ല് കാറ്റത്തിടുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാറ്റത്തിടുന്നു. ഇതാ നമുക്ക് കിട്ടിയ നെല്ലാണ്. ഇത്രയും ചാക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒന്നോ രണ്ടോ ചാക്ക് നമ്മൾ വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുക്കും, സപ്ലൈക്കയിൽ കൊടുക്കും. അപ്പം ഇനി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലാണ് വീടൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കിയിടാൻ പറ്റില്ല. കൊയ്ത്ത് കഴിഞ്ഞ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലേ, ചാക്കുകൾ, നെല്ല്, വൈക്കോല്, അങ്ങനെ നല്ലൊരു രസമാണ്, ഒരു ബഹളമാണ്. അപ്പോൾ ഈ ബഹളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ വീടൊക്കെ ഒന്ന് സെറ്റാക്കും. ഇനി നമ്മുടെ താറാക്കൂട്ടന്മാർ കുറച്ച് ഗോതമ്പ് കൊടുക്കട്ടാ. ബ 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 ബ. എല്ലാവരും വന്നു. താറാവ്, അതുപോലെ തന്നെ കോഴി. ഇതാ അമ്മൻ്റെ വിളി വന്നു, ചായ. അപ്പോൾ നമുക്കിനി ഒരു 4 മണിക്ക് ചായ. ഈ 4 മണിക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം പണ്ടൊക്കെ സ്കൂൾ വിടുന്ന സമയമാണ് 4 മണി. അതുകൊണ്ടായിരിക്കും നമുക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ 4 മണിക്ക് ആ ചായ എന്നുള്ളൊരു വിളിയും, അമ്മയുടെ ചായ എന്നുള്ള വിളിയും, പിന്നെ ചായയും, പിന്നെ കൂടെ ഒരു സ്നാക്സും. ഇന്നിപ്പോൾ സ്നാക്സൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്നാക്സ് ഒന്നും കഴിക്കില്ല. ചായ കുടിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, ഇവരുടെ തീറ്റ കൊടുക്കാൻ മറന്നുണ്ട്. നമുക്കിപ്പോൾ തീറ്റ കൊടുക്കാം കുറച്ച്. ഇന്ന് വൈകിട്ട് മാങ്ങക്കറി ഉണ്ടാ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മാങ്ങക്കറി. അപ്പോൾ 2-3 മാങ്ങകളൊക്കെ വരിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. മാങ്ങയും കൊഞ്ചിട്ടതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. അപ്പോഴാണ് കേട്ടോ പൂട്ടാൻ വേണ്ടി ട്രാക്ടർ വന്നത്. വീട്ടിലൊരു തേങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് തേങ്ങ പൊതിക്കാം. ഈ മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ പൊതിയൊക്കെ വളരെ സിമ്പിളല്ലേ. ഇത് ജസ്റ്റ് ഒരു നമ്മുടെ സായാഹ്ന വീഡിയോ ആണ്. വീട്ടിലെ ഒരു ചെറിയ സായാഹ്നം. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങൾ വീട്ടിലെയും നാട്ടിലെയും പിന്നെ നമ്മളുടെ കോഴികളുടെയും താറാവിൻ്റെയും ഒക്കെ വിശേഷങ്ങളായിട്ട് ഞാൻ വരും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ഗുഡ് ബൈ.